നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തിന് സമയമെടുക്കുമെന്ന് IDF നേരത്തെ പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രയേലിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസ് അതിശക്തമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് ഇറാൻ ഭരണകൂടം വാദിക്കുന്നത്. എന്നാൽ 150ഓളം തുരങ്കങ്ങൾ ഇതിനകം IDF തകർത്തെറിഞ്ഞിട്ടുണ്ട്. ചെങ്കടലിൽ ഭീതി ഉയർത്തുന്ന ഹൂതികളെ മെരുക്കാനായി അമേരിക്ക അടക്കമുള്ള സംയുക്ത സേന ഇറങ്ങിക്കഴിഞ്ഞു. ഇസ്രയേൽ നേവിയും ഒപ്പമുണ്ട്. ഇതിനിടെ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയും ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. അതായത് 3 ഭാഗത്തു നിന്നുമുള്ള ശക്തികളെ ഒരുപോലെ നേരിടുകയാണ് ജൂതരാഷ്ട്രം. ഒരേ സമയം പലയിടത്തായി പോർമുഖം തുറന്ന് ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. ഒറ്റ രാത്രി കൊണ്ടാണ് ഹിസ്ബുള്ളയെ വിറപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രയേൽ ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരരെ ശരിക്കും വിറപ്പിച്ചു. തെക്കൻ ലബനനിൽ ഒറ്റ രാത്രി കൊണ്ട് 4 ഹിസ്ബുള്ള ഭീകരരെയാണ് വധിച്ചത്. അതിർത്തി പട്ടണമായ സഖൂറയിലാണ് സംഭവം. ഹിസ്ബുള്ള നേതാവ് അടക്കമുള്ളവരെയാണ് സൈന്യം വധിച്ചത്. ബെയ്റൂട്ടിൽ മുതിർന്ന ഹമാസ് ഭീകരനെ വധിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഹിസ്ബുള്ള ഭീകരർക്കും ഇസ്രയേൽ വൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള ഭീകരർ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹമാസ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കാൻ ആരംഭിച്ചത്. ഏകദേശം 3 മാസമായി നടക്കുന്ന യുദ്ധത്തിൽ ലബനനിൽ 129 ഹിസ്ബുള്ള ഭീകരരെയാണ് ഇസ്രയേൽ സൈന്യം ഇതിനോടകം വധിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസ് ഭീകര നേതാവ് സാലിഹ് അൽ അരൌരി അടക്കം 6 ഭീകരരെയും തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഇസ്രയേൽ വധിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ 1 ഡസനിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. തങ്ങളുടെ കമാൻഡർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുണ്ട്. അബ്ബാസ് ഫൈസി, മുഹമ്മദ് അഹമ്മദ് ഖാസിം എന്നിവർ കൊല്ലപ്പെട്ടുവെന്നാണ് സ്ഥിരീകരണം. ഇസ്രയേൽ ഹമാസ് യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ ഹമാസ് ഭീകരർ വ്യാപകമായി കൊല്ലപ്പെടുകയാണ്. 5000ഓളം ഹമാസ് സൈനികരെ കാലപുരിക്കയച്ചു. 300ലേറെ തുരങ്കങ്ങൾ തകർത്തുവെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു. 150ഓളം ഹമാസിന്റെ കമാൻഡർമാർ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ സിവിലിയന്മാർക്കെതിരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സുബ്ബ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ അലി ഖാദി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു.